ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത്. ഒരു പഴയ പമ്പ് മാറ്റിയിട്ട് പുതിയൊരു പമ്പ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോയാണ്. കിണറിന് ആഴം കൂടുതലായതുകൊണ്ട് ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പായിരുന്നു നേരത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫോഴ്സ് കുറഞ്ഞു, വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അത് വൈൻഡിങ്സിൻ്റെ പ്രശ്നമായിരിക്കാം. ഒരു കമ്പനി പമ്പൊന്നും ആയിരുന്നില്ല, അതൊരു കോയമ്പത്തൂർ മെയ്ഡ് പമ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയിട്ട് പുതിയൊരു കിർലോസ്കറിൻ്റെ സ്റ്റാർ റേറ്റിംഗ് ഉള്ള പമ്പ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണക്കാർക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള മെയിൻ്റനൻസ് വർക്കുകളും ക്രാഫ്റ്റ് വർക്കുകളും ഒക്കെയാണ് ഹോം മെക്കാനിക് ചാനൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ കൂടുതലായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പമ്പ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മങ്കി പ്ലെയർ, പിന്നെ ഒരു അഡ്ജസ്റ്റബിൾ സ്ക്രൂ സ്പാനർ, വയർ ക്രംപ് ചെയ്യുന്നതിനുള്ള ചെറിയൊരു ക്രംപിംഗ് ടൂള്, പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ, ടഫ്ലോൺ ടേപ്പ് എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കിർലോസ്കറിൻ്റെ 1 HP പവറുള്ള ഡൊമസ്റ്റിക് യൂസിനും അഗ്രികൾച്ചർ യൂസിനും പറ്റിയ രീതിയിലുള്ള ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പാണിത്. 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബോക്സിൽ വന്നിരിക്കുന്ന അറ്റാച്ച്മെൻറ്റുകൾ നമുക്ക് നോക്കാം. ഒരു ടെർമിനൽ ബോക്സ്, പിന്നെ അതിൻ്റെ ഒരു സെക്ഷൻ ഫിൽറ്ററിൽ വയ്ക്കുന്ന ഒരു ബെൻഡ്, പിന്നെ അതിനോട് കൂടി വന്നിരിക്കുന്ന വയറ് 3 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ്ട്രാ വയർ നമ്മളതിൽ ജോയിൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പമ്പ് പാക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഒരു പ്ലൈവുഡ് വെച്ച് അതിലേക്ക് ബോൾട്ട് ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ ബോൾട്ട് അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് കയറ് കെട്ടിയിട്ടാണ് ഇതിൽ മുകളിൽ കാണുന്ന ഹുക്കിൽ കയറ് കെട്ടിയിട്ടാണ് നമുക്ക് കിണറിലേക്ക് ഇറക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പമ്പിൻ്റെ പുറത്ത് ഉള്ള നെയിം പ്ലേറ്റിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് നോക്കാം. കിർലോസ്കർ കോസി 135 എന്ന് പറയുന്ന മോഡലാണ്. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഹെഡ് പറഞ്ഞിരിക്കുന്നത് 17 തൊട്ട് 29 മീറ്റർ വരെയാണ്. നമ്മുടെ കിണറിലെ വെള്ളത്തിൻ്റെ ലെവലും പിന്നെ വാട്ടർ ടാങ്ക് ഇരിക്കുന്ന ആ ഒരു ഹൈറ്റും തമ്മിൽ ഹൈറ്റ് ഡിഫറൻസ് കൂടുതലാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഹെഡ് കൂടിയ പമ്പുകൾ തന്നെ വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പമ്പ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ആ ഡിസ്ചാർജ് ഫ്ലാഞ്ചിൻ്റെ അകത്തുള്ള ഒരു ഹോള്, അത് റബ്ബറിൻ്റെ ഒരു സീല് വെച്ച് കംപ്ലീറ്റ് സീൽ ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ആ റൗണ്ടിൽ നമുക്കത് കട്ട് ചെയ്ത് ആ ഓപ്പണിങ് ക്ലിയർ ആക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഇനി ഇത്തരത്തിലുള്ള പമ്പുകൾ വാങ്ങുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇൻസ്റ്റലേഷൻ്റെ സമയത്ത് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ പമ്പിൻ്റെ മുകളിൽ കാണുന്ന 2 ഹുക്കുകൾ അഴിച്ചു മാറ്റി അതിനകത്തേക്ക് ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പമ്പിൻ്റെ 2 വശത്തും ബെയറിംഗ് ബുഷുകളുണ്ട്. അപ്പോൾ ഈ ബെയറിംഗ് ബുഷുകൾക്ക് ആവശ്യമായ കൂളിംഗ് കൊടുക്കുന്നതിനുള്ള കൂളിംഗ് വാട്ടറായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബെയറിംഗ് ഓവർ ഹീറ്റായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ തവണ പമ്പ് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന സമയത്ത് ഇതേപോലെ സ്ക്രൂകളൊക്കെ അഴിച്ച് അതിനകത്ത് ഒരു ഹോളിലൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. മറ്റേ ഹോളിലൂടെ നന്നായി വെള്ളം പുറത്തേക്ക് വരുന്നത് വരെ ഇത് തുടരുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഹുക്കുകൾ 2 പഴയ സ്ഥലത്ത് നന്നായി സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കാവുന്നതാണ്. ഈ ഹുക്കിന്മേലാണ് നമ്മൾ കയറ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി കെട്ടിയിട്ട് കിണറിലേക്ക് ഇറക്കി കെട്ടി തൂക്കിയിടേണ്ടത്. പമ്പിൻ്റെ ഡിസ്ചാർജ് സൈഡിൽ ഫിറ്റ് ചെയ്യാനായിട്ട് SS-ൻ്റെ ഒരു ഹോസ് കോളറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ടഫ്ലോൺ ടേപ്പും ഷെല്ലാക്കും ഉപയോഗിച്ചിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഒരു മീഡിയം ടൈറ്റ് മാത്രം കൊടുത്താൽ മതിയാവും. ഓവർ ടൈറ്റ് ചെയ്ത് ഫ്ലാഞ്ച് പൊട്ടിക്കേണ്ട ആവശ്യമില്ല.
അതേപോലെ തന്നെ സക്ഷൻ സൈഡിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബെൻഡും അതിൻ്റെ അറ്റത്തായിട്ടുള്ളൊരു ഫിൽറ്ററും ഉണ്ട്. ഇതൊരു നോൺ റിട്ടേൺ വാൽവോ അല്ലെങ്കിൽ പുട്ട് വാൽവോ ഒന്നുമല്ല, വെറുതെ ഒരു ഫിൽറ്റർ മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനം മാത്രം മതിയാവും. വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിക്കിടക്കുന്ന പമ്പായതുകൊണ്ട് പുട്ട് വാൽവിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല. ഇനി നമുക്ക് ഈ പമ്പിൻ്റെ വയറുകൾ ജോയിൻ ചെയ്യാം. 3 കളറിലുള്ള 3 വയറുകളാണ് ഉള്ളത്. അപ്പോൾ പഴയ പമ്പിൻ്റെ വയറുകൾ കുറച്ച് ബാലൻസ് ഉള്ളതുകൊണ്ട് ഈ 3 മീറ്റർ നമ്മൾ പഴയ വയറുമായിട്ട് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടേപ്പ് ഉണ്ട്. വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു ടേപ്പാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ പ്രൂഫ് ടേപ്പ് നമ്മൾ ചുറ്റുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സാധാരണ ഇൻസുലേഷൻ ടേപ്പ് ഈ 3 ജോയിൻറ്റിലും നമ്മൾ ആദ്യം നന്നായിട്ട് ചുറ്റി ഉറപ്പിക്കണം. അതിൻ്റെ പുറത്തുകൂടി നമുക്ക് ഈ വാട്ടർ പ്രൂഫ് ടേപ്പ് ഈ 3 ജോയിൻറ്റിലും ഫുള്ളായിട്ട് ഒട്ടിക്കാം. നമ്മൾ ഈ വയറുകൾ ജോയിൻ ചെയ്യുമ്പോൾ കളറുകൾ മാച്ച് ചെയ്തിട്ടുണ്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ചുവപ്പിൽ, മഞ്ഞയിൽ, നീലയിൽ. ഒരു തവണ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയ ജോയിൻറ്റിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിനുള്ള ടേപ്പ് ചുറ്റിയാണ്. അപ്പോൾ ഈ ടേപ്പിൻ്റെ റോള് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലെയർ ഇതിനിടയ്ക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ വലിച്ചെടുത്തതിന് ശേഷം വേണം ഒട്ടിക്കാനായിട്ട്. ഇത് ഒട്ടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഈ ബബിൾ ഗം ഒട്ടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ഒട്ടിക്കുമ്പോൾ അപ്പം തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് വാട്ടർ പ്രൂഫായിട്ട് തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടാലറിയാം. അതിനുശേഷം നമ്മൾ ഈ 3 ജോയിൻസും ഒരുമിച്ച് ഒരിക്കൽ കൂടി വാട്ടർ പ്രൂഫ് ടേപ്പ് ചുറ്റി വീണ്ടും അതിൻ്റെ പുറത്ത് സാധാരണ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നല്ലൊരു ജോയിൻറ്റ് നമുക്ക് ഈ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഈ പമ്പ് കയറ് കെട്ടിയിട്ട് കിണറിലേക്ക് ഇറക്കുന്ന സമയത്ത് ഈ പമ്പ് കറക്റ്റ് ലെവലായിട്ടിരിക്കണം. ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് താഴത്തേക്കോ മുകളിലേക്കോ പൊങ്ങിയോ താന്നോ ഇരിക്കാനായിട്ട് ഇടവരരുത്. ഇത് കറക്റ്റ് ലെവലായിട്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ 2 സൈഡിൽ ഏതെങ്കിലും ഒരു ബെയറിങ് പെട്ടെന്ന് ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മോട്ടറിൻ്റെ ഒപ്പം കിട്ടിയിരിക്കുന്ന ഈ ടെർമിനൽ ബോക്സിലേക്ക് നമുക്ക് കണക്ഷൻസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൽ അടിവശത്തായിട്ട് ഇടതുവശത്ത് 2 പോയിൻ്റ് ഉണ്ട്. അതിലാണ് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്വിച്ചിൽ നിന്നും മോട്ടറിലേക്ക് വരുന്ന 2 ലൈനുകൾ അവിടെയാണ് കൊടുക്കേണ്ടത്. പി എന്നും എൻ എന്നും എഴുതിയിട്ടുണ്ട്. അതിൽ പി ഫേസ്, എൻ ന്യൂട്രലാണ്. സാധാരണഗതിയിൽ ചുവപ്പ് ഫേസും നീല അല്ലെങ്കിൽ കറുപ്പ് ന്യൂട്രലും ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കണക്ഷൻ കൊടുക്കുക. വലതുവശത്ത് കാണുന്ന 3 പോയിൻറ്റ്സ് ഉണ്ട്. അതിലേക്കാണ് നമ്മൾ മോട്ടറിൽ നിന്ന് വരുന്ന 3 വയറുകൾ, റെഡ്, യെല്ലോ, ബ്ലൂ എന്നീ വയറുകൾ കണക്ട് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. RYB എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്ന അതേ പോയിൻറ്റിൽ തന്നെ നമ്മൾ അതേ കളറുകൾ ഫിറ്റ് ചെയ്യാനുള്ളൂ. വേറെ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. മോട്ടർ നമ്മൾ കിണറിലേക്ക് ഇറക്കി കെട്ടി തൂക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, കിണറിൻ്റെ അടിവശത്ത് നിന്നും ഏകദേശം 1 മീറ്ററെങ്കിലും പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ കെട്ടി ഉറപ്പിക്കാനായിട്ട്. കൂടാതെ അതിൻ്റെ സെക്ഷനിൽ വരുന്ന ബെൻഡ് മുകൾ വശത്തേക്ക് ഇരിക്കുന്ന ആ ഒരു പൊസിഷനിലിരിക്കണം. കാരണം അടിയിൽ നിന്ന് ചെളിയൊക്കെ വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷനാണത്.